മുരളീധരനെ ഇനി എന്തു ചെയ്യും? തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ മുഴുവൻ സമയ സിനിമാ നടനാക്കുവാൻ വേണ്ടിയാണ് ശ്രീ മുരളീധരൻ അങ്ങ് വടകരയിൽ നിന്നും തൃശ്ശൂരിലെത്തി മത്സരിച്ചത്. ഇനി സുരേഷ് ഗോപി ആന മുട്ടയിടും എന്ന് വരെ പറഞ്ഞു. മുരളീധരന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇതാണ് ചോദ്യം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുവാൻ, BJPയുടെ പ്രതീക്ഷകൾ തച്ച് തകർക്കുവാൻ, ഇതിനു വേണ്ടിയാണ് നമ്മുടെ മുരളീധരൻ തൃശ്ശൂരിലെത്തിയത്. അല്ലാതെ ജയിച്ച് തൃശ്ശൂർ MP ആയി അങ്ങ് പാർലമെന്റിൽ പോകാനല്ല. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ മുരളി മൂന്നാമതായി ലാൻഡ് ചെയ്ത മുരളിയുടെ പരാജയം അങ്ങ് DCC ഓഫീസിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ തെളിയിക്കും. മുരളിയെ കാല് വാരിയവരും കാല് വാരാൻ വേണ്ടി കാല് വച്ചു കൊടുക്കാത്തവരും തമ്മിലുള്ള ബഹുസംഘർഷം ഇതിലും തീർന്നില്ല. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ് പൊതുപ്രവർത്തനമേ അവസാനിപ്പിച്ചു എന്ന്. ഇനി കുറച്ചുനാൾ വീട്ടിലിരിക്കാനുള്ള പ്ലാനാണ്. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ സഹോദരി പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയിരുന്നു. ആ സമയത്തും മുരളിക്ക് വെറുതെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. തന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത പെങ്ങളെ ഇനി യാതൊരു രീതിയിലുമുള്ള ഒരു ബന്ധങ്ങളും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, വടകരയിൽ ജയിക്കുമെന്നുറപ്പുള്ള സീറ്റിൽ നിന്നും കോൺഗ്രസ് നേതാക്കളുടെ വാക്ക് കേട്ട് തൃശ്ശൂരിലെത്തി മത്സരിക്കുമ്പോഴും മുരളി മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. കാണുന്ന പത്രക്കാരോടൊക്കെ സുരേഷ് ഗോപിയെയും BJPയെയും കുറിച്ച് വലിയ പരാമർശങ്ങൾ നടത്തി. ഇങ്ങനെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരോപണങ്ങൾ മൂലമാണ് സുരേഷ് ഗോപിയുടെ വിജയം ഒന്നുകൂടി ഉറച്ചത്. ഈ മുരളീധരന് കോൺഗ്രസ്സുകാർ തന്നെ ഇട്ടിരിക്കുന്ന ഒരു പേരുണ്ട്. മുരളീധരൻ ഒരു അന്തകനാണത്രേ. അന്തകൻ എന്ന് വെച്ചാൽ BJPയുടെ വിജയത്തിലെ അന്തകൻ. അത് അന്തം കമ്മികൾ പോലും വിശ്വസിക്കുന്ന കാര്യമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ആകെ നിയമസഭാ സീറ്റായിരുന്ന നേമത്ത് പോയി മുരളീധരൻ മത്സരിച്ചതും ജയിക്കാൻ വേണ്ടിയല്ല, BJPയെ തോൽപ്പിക്കാൻ വേണ്ടി, അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി. നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ മുരളീധരൻ അന്ന് കേരളത്തിന് നൽകിയ സംഭാവന, ശിവൻകുട്ടി എന്ന ഒരു ഉഗ്രൻ അടിപൊളി കിടുക്കൻ വിദ്യാഭ്യാസ മന്ത്രിയെ കൂടി കേരളത്തിന് സമ്മാനിച്ചു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ഏറ്റുമുട്ടാൻ വന്നതാണ് നമ്മുടെ സുരേഷ് ഗോപിക്കെതിരെ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള കാരണവന്മാർ തൊട്ടുള്ള ഒരു ബന്ധമുണ്ട് സുരേഷ് ഗോപിയും മുരളീധരൻ്റെ കുടുംബവും തമ്മിൽ. ഇതെല്ലാം ഒരു മൂലയ്ക്ക് മാറ്റിവെച്ച് കോൺഗ്രസിനെ രക്ഷിക്കുവാൻ വേണ്ടി, എന്തിന് അങ്ങ് വടകരയിൽ നിന്നും ഇങ്ങ് തൃശ്ശൂരെത്തി, എന്തിനാണ്? വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിനാണത്രേ വന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? മൂന്നാമനായി ലാൻഡ് ചെയ്തു. ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്, മുരളീധരനെ എന്തു ചെയ്യും? പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വഴക്കുകൂടി മിണ്ടാതിരിക്കുന്ന മുരളീധരന് ഈ തന്ത്രം വഴി ഒരുപാട് അവസരങ്ങൾ കിട്ടുമെന്നുറപ്പ്. മുരളി എത്ര ദിവസം വീട്ടിലിരിക്കുമെന്ന ചോദ്യവും രാഷ്ട്രീയ ലോകത്തുണ്ട്. അങ്ങനെ ഇരിക്കാനൊന്നും മുരളീധരന് പറ്റില്ല. ഇതും മുരളീധരൻ്റെ ഒരു ട്രിക്കാണ്. 2-3 ദിവസം ഇങ്ങനെ വഴക്കുകൂടിയിരിക്കുമ്പോൾ, ഷുഗർ സീറ്റ് കളഞ്ഞ് വെറുതെ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി വിഷമിച്ചിരിക്കുമ്പോൾ, കരുണാകരപുത്രൻ ഇത്ര കുണ്ഠിതപ്പെട്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് സഹിക്കുമോ? വയനാട്ടിൽ അങ്ങ് രാജീവ് ഗാന്ധി രാജിവെക്കുന്ന സീറ്റ് മുരളീധരന് കൊടുക്കണമെന്നാണ് പലരും പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തോ വട്ടിയൂർക്കാവിലോ ഇതുപോലെ അന്തമാകുവാനായി കൊണ്ടുനിന്ന് നിർത്തണം. അങ്ങനെ ജയിച്ച് മന്ത്രിയാക്കണം. ഇതിനിടയിലുള്ള ഗ്യാപ്പിൽ KPCCയുടെ എന്തെങ്കിലും സ്ഥാനവും നൽകണം. ഇതാണ് ഇപ്പോൾ മുരളിയെക്കുറിച്ചുള്ള വാർത്തകൾ. ഈ തോൽവിയിൽ നിന്നും മുരളി പഠിക്കേണ്ട ഒന്നുണ്ട്. വെറുതെ അതും ഇതും പറഞ്ഞാൽ കേൾക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. അവർക്കിഷ്ടമുള്ള വ്യക്തിയെ രാഷ്ട്രീയത്തിനും അതീതമായി തെരഞ്ഞെടുക്കും. സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും, എന്തിനു പറയാൻ മുസ്ലിം വോട്ടുകൾ വരെ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് മുരളീധരൻ കണ്ടുപഠിക്കേണ്ടതാണ്. മുരളീധരൻ മാത്രമല്ല, ഇതുപോലെ പരാമർശങ്ങൾ നടത്തുന്ന എല്ലാവരും പഠിക്കേണ്ട പാഠമാണിത്. ഇനി മുരളീധരൻ എന്തു ചെയ്യും? 4 ചീത്ത BJPയെ പറഞ്ഞാൽ താനെന്തോ വലിയ ആളായി എന്നൊരു തോന്നൽ വീണ്ടും മുരളി ആവർത്തിച്ചാൽ കുടുങ്ങും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇലക്ഷന് നിൽക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നമ്മുടെ പത്മജ വേണുഗോപാൽ ചില സൂചനകൾ നൽകിയിരുന്നു മുരളിയേട്ടനെ പറ്റിക്കാൻ പോകുന്നവരെ കുറിച്ച്. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മുരളിയേട്ട ജാഗ്രത. നന്ദി, നമസ്കാരം.